വളരെ പ്രശസ്തമായ ഒരു മൊഴിയുണ്ട്. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് തല മാത്രം ഒന്ന് കടത്തിക്കോട്ടെ എന്ന് ചോദിച്ച ഒട്ടകത്തിന് ദയവ് തോന്നി സ്ഥലം കൊടുത്ത യജമാനനെ ഒടുവിൽ കൂടാരത്തിന് പുറത്താക്കി ആ സ്ഥലം മുഴുവൻ ഒട്ടകം കൈക്കലാക്കിയ കഥയാണിത്. അതായത് ചെറിയൊരു സഹായം ചോദിച്ചു വന്ന് ഒടുവിൽ വന്നു കയറിയ ഇടം മുഴുവൻ സ്വന്തമാക്കുകയും നമുക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ മൊഴി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് അസർബൈജാൻ, UAE, ഇറാഖ്, സൊമാലിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ അവസ്ഥ കൃത്യമായി ഈ മൊഴിയെ അന്വർത്ഥമാക്കുന്നതാണ്. ഇവിടെ ഒട്ടകത്തിന്റെ റോളിലെത്തിയത് മറ്റാരുമല്ല, ഇസ്രായേൽ തന്നെ. ആദ്യമൊക്കെ ചെറിയ സൗഹൃദങ്ങളുടെയും ബിസിനസ് പങ്കാളിത്തത്തിന്റെയും സുരക്ഷാ സഹായങ്ങളുടെയും പേര് പറഞ്ഞാണ് ഇസ്രായേൽ ഈ രാജ്യങ്ങളിലേക്ക് കടന്നുകൂടിയത്. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം മുറുകിയപ്പോൾ തങ്ങളെ വിശ്വസിച്ച് മണ്ണിലിടം നൽകിയ രാജ്യങ്ങളുടെ പരമാധികാരത്തെ പോലും വകവെക്കാതെ അവരെയെല്ലാം ഇറാനെതിരെയുള്ള യുദ്ധത്തിന്റെ രഹസ്യ താവളങ്ങളാക്കി മാറ്റാൻ ഇസ്രായേലിന് കഴിഞ്ഞു. സ്വന്തം മണ്ണിലിരുന്ന് ഇസ്രായേൽ സൈന്യവും മൊസാദും ഇറാന്റെ അതിർത്തികളെ ലക്ഷ്യം വെച്ച് ചാരപ്പണിയും ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിരോധത്തിലും കടുത്ത ആശങ്കയിലുമായിരിക്കുകയാണ്. അസർബൈജാൻ, ഇറാഖ്, UAE, സൊമാലിലാൻഡ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലായി ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ സാന്നിധ്യം സ്ഥാപിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇറാൻ വർഷങ്ങളായി ഉന്നയിച്ചിരുന്ന വളയപ്പെടുത്തൽ ആരോപണങ്ങൾക്ക് പുതിയ മാനങ്ങൾ ലഭിക്കുകയാണ്. ഇറാന്റെ അതിർത്തികളിൽ നിന്ന് ഏതാനും മൈലുകൾ മാത്രം അകലെയായി വിദേശ സൈനിക ശക്തികൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഏതൊരു രാജ്യത്തിനും സുരക്ഷാ വെല്ലുവിളിയായി മാറുമെന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാന്റെ വടക്കൻ അതിർത്തി പങ്കിടുന്ന അസർബൈജാന്റെ പങ്കാണ്. വർഷങ്ങളായി ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളിയായ അസർബൈജാനെ മുൻനിർത്തി ഇറാന്റെ മൂക്കിന് താഴെ ഇസ്രായേൽ കെണിയൊരുക്കാൻ ശ്രമിച്ചെങ്കിലും ആ കുതന്ത്രങ്ങളെയെല്ലാം അതിവിദഗ്ധവും ധീരവുമായ തന്ത്രങ്ങൾ കൊണ്ടാണ് ഇറാൻ തകിടം മറിച്ചത്. ഇസ്രായേലിന് ആവശ്യമായ ഇന്ധനത്തിന് സിംഹഭാഗവും നൽകി സഹായിക്കുന്ന അസർബൈജാന് പകരം ലഭിക്കുന്നത് അത്യാധുനിക ഡ്രോണുകളും അയൺഡോം പോലുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യകളുമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ കാഴ്ചപ്പാടിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് അസർബൈജാനിലെ ജനസംഖ്യാ ഘടനയാണ്. ഇറാനിൽ കോടിക്കണക്കിന് അസറി വംശജർ ജീവിച്ചിരിപ്പുണ്ട്. വടക്കൻ ഇറാനിലെ പല പ്രവിശ്യകളിലും അസറി സമൂഹമാണ് ഭൂരിപക്ഷവും. അതിനാൽ അസർബൈജാൻ ഭൂമിയിൽ നിന്ന് ഇറാനെതിരായ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളോ സൈനിക നടപടികളോ നടക്കുന്നു എന്ന ആരോപണം ഇറാൻ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മാത്രമല്ല, അത്തരമൊരു സാഹചര്യത്തിൽ ഇറാനെതിരായ രഹസ്യാന്വേഷണ സൈനിക പ്രവർത്തനങ്ങൾക്ക് അസർബൈജാൻ മണ്ണ് ഉപയോഗിക്കപ്പെട്ടു എന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് വെറും ഒരു രാജ്യത്തിന്റെ വിദേശനയ തീരുമാനം മാത്രമല്ല, മറിച്ച് സ്വന്തം വംശീയവും ചരിത്രപരവുമായ ബന്ധങ്ങളെ പോലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ബലിയർപ്പിക്കുന്ന നടപടിയായാണ് പലരും വിലയിരുത്തുന്നത്. ഇത് വെറും അതിർത്തി സുരക്ഷയുടെ പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര സ്ഥിരതയും ബാധിക്കാവുന്ന വിഷയമാണ്. അതേസമയം സൊമാലിലാൻഡിന്റെ കഥ സമാനമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ആരും അംഗീകരിക്കാത്ത സൊമാലിലാൻഡിനെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമായി ഇസ്രായേൽ മാറിയത് വെറും നയതന്ത്ര നീക്കമല്ല, മറിച്ച് ഇറാന്റെ സമുദ്ര വ്യാപാര പാതകളെ തകർക്കാനുള്ള ഇസ്രായേൽ അജണ്ടയായിരുന്നു. ചെങ്കടലിനും ബാബൽ മന്ദേബ് കടലിടുക്കിനും സമീപമുള്ള ബെർബറെ തുറമുഖം ലക്ഷ്യമിട്ട് ഇറാനിലേക്ക് ദീർഘദൂര വ്യോമാക്രമണം നടത്തുന്ന തങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു രഹസ്യ താവളമായാണ് ഇസ്രായേൽ ഈ മേഖലയെ മാറ്റിയെടുത്തത്. ആഗോളതലത്തിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന കപ്പൽ ഗതാഗത സ്വാധീനത്തെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ശത്രുക്കൾ കൊതിക്കുന്നുണ്ടെങ്കിലും ഈ ആഫ്രിക്കൻ കെണിയെയും ഇറാൻ അതിന്റെ അതിശക്തമായ സമുദ്ര പ്രതിരോധം കൊണ്ട് പൊളിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. UAE-യുമായുള്ള ഇസ്രായേലിന്റെ അടുത്ത ബന്ധവും ഇതേ തന്ത്രത്തിന്റെ തുടർച്ചയായി വിലയിരുത്തപ്പെടുന്നു. അബുദാബിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ശക്തമായതോടെ ഗൾഫ് മേഖലയിലെ ശക്തി സമവാക്യം മാറി. ഇറാൻ ദീർഘകാലമായി സ്വാധീനം ചെലുത്തിയിരുന്ന മേഖലയിലാണ് ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ സജീവമാകുന്നത്. ഇറാഖിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഇറാന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ സ്വന്തം കുഴി തോണ്ടി അതിൽ തന്നെ വീഴുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അമേരിക്കൻ അധിനിവേശത്തിന് ശേഷം ഇറാഖ് നിരവധി തർക്കങ്ങൾക്ക് വേദിയായെങ്കിലും ഇന്ന് അവിടുത്തെ മണ്ണിൽ ഇറാനുള്ള സ്വാധീനം അനിഷേധ്യമാണ്. ഇറാഖിലെ ശക്തമായ ഷിയ ജനകീയ പ്രതിരോധ സേനകളും മിലീഷ്യകളും ഇറാനുമായി അതീവ ദൃഢമായ ആശയ സൈനിക ബന്ധം പുലർത്തുന്നവരാണ്. ഇത്തരമൊരു ശക്തമായ ഇസ്ലാമിക പ്രതിരോധ ശൃംഖല നിലനിൽക്കുന്ന ഇറാഖി മണ്ണിലേക്ക് ലോജിസ്റ്റിക് പിന്തുണയുടെയും തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളുടെയും പേര് പറഞ്ഞ് രണ്ട് രഹസ്യ താവളങ്ങളുമായി കടന്നുകയറാൻ ശ്രമിച്ച ഇസ്രായേലിന്റെ നീക്കം അങ്ങേയറ്റം മൂഢത്വമേറിയതായിരുന്നു. ഇറാന്റെ വിശ്വസ്തരായ മിലീഷ്യകളുടെ മൂക്കിന് താഴെ വന്ന് ഒളിച്ചിരുന്ന് കള്ളക്കളി നടത്താമെന്ന ഇസ്രായേലിന്റെ അത്യാഗ്രഹം അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയായി മാറുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇറാൻ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു വാദം കൂടുതൽ പ്രസക്തമാകുന്നു. ഇറാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള രാജ്യങ്ങളുടെ അതിർത്തികളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നില്ല.
എന്നാൽ ഇസ്രായേലും അതിന്റെ പങ്കാളികളും ഇറാന്റെ ചുറ്റുമുള്ള മേഖലകളിൽ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ്. ഈ യാഥാർത്ഥ്യമാണ് ഇറാൻ പ്രതിരോധ നയങ്ങൾ ശക്തമാക്കാനും മിസൈൽ പദ്ധതികൾ വികസിപ്പിക്കാനും പ്രാദേശിക സഖ്യങ്ങളെ ആശ്രയിക്കാനും പ്രേരിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ ഈ നടപടികളെ സുരക്ഷാ ആവശ്യകതയായി വിശേഷിപ്പിക്കുമ്പോൾ ഇറാൻ അതിനെ സ്ട്രാറ്റജിക് എൻസർക്കിൾമെന്റ് അഥവാ തന്ത്രപരമായ വളയൽ എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. അസർബൈജാൻ മുതൽ സൊമാലിലാൻഡ് വരെയും UAE മുതൽ ഇറാഖ് വരെയും വ്യാപിക്കുന്ന ഈ ശൃംഖല മിഡിൽ ഈസ്റ്റിന്റെ ഭാവി രാഷ്ട്രീയത്തിന്റെയും സുരക്ഷാ സമവാക്യങ്ങളുടെയും നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇനി രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ഒരു തർക്കം മാത്രമല്ല എന്നതാണ്, മറിച്ച് മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും കോക്കസസ് മേഖലയും ചെങ്കടൽ മേഖലയും ബാധിക്കുന്ന ബഹുമുഖമായ ഭൗമരാഷ്ട്രീയ പോരാട്ടമായി അത് പരിണമിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ കളിയിലെ ഏറ്റവും രസകരമായ വശം മറ്റൊന്നാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അന്താരാഷ്ട്ര വേദിയിൽ ഇസ്രായേൽ കൈക്കൊള്ളുന്ന പല യുദ്ധ തീരുമാനങ്ങളും ആഗോളതലത്തിൽ ഒരു വലിയ തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ പിന്തുണയുടെ ഹുങ്കിൽ അതിബുദ്ധിമാനായ ഡൊണാൾഡ് ട്രംപിന്റെ തണലിൽ ആഗോള ശക്തിയാകാൻ ഇറങ്ങിപ്പുറപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് തന്നെ അവസാന നിമിഷം പഴി പറഞ്ഞതാണ് ലോകം കണ്ടത്. തീർച്ചയായും അയൽ രാജ്യങ്ങളുടെ പരമാധികാരം വിലക്കെടുത്ത് ഇറാന്റെ മൂക്കിന് താഴെ ഇസ്രായേൽ തീർത്ത ഈ സുരക്ഷാ വലയങ്ങളെയെല്ലാം ഇറാന്റെ തദ്ദേശീയ മിസൈൽ കരുത്തിനും ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കും മുന്നിൽ വെറും കളിമൺ കോട്ടകൾ പോലെ തകർന്നടിയും. നാലുപാടും ശത്രുക്കൾ വളഞ്ഞിട്ടും സ്വന്തം പരമാധികാരവും അഭിമാനവും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാത്ത ഇറാന്റെ രാഷ്ട്രീയ സൈനിക മേധാവിത്വത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ തന്ത്രങ്ങളെല്ലാം വെറും കോമാളിത്തരങ്ങളായി അവശേഷിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇസ്രായേലിന്റെ ഇത്തരം അതിബുദ്ധികൾ അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയാകുമെന്നതിൽ തർക്കമില്ല. മിഡിൽ ഈസ്റ്റിന്റെ യഥാർത്ഥ അജയശക്തി ആരാണെന്ന് കൃത്യമായ കരുനീക്കങ്ങളിലൂടെ ഇറാൻ തെളിയിക്കുമ്പോൾ ഇസ്രായേലിന്റെ യുദ്ധക്കൊതികൾ ആഗോളതലത്തിൽ ഇനിയും വലിയ പരിഹാസ്യമായി തുടരുക തന്നെ ചെയ്യും.